സുഹൃത്തുക്കളെ, ഇംഗ്ലീഷ് ഗ്രാമറിൽ ടെൻസ് ഫോം പറഞ്ഞായിരുന്നു. സിമ്പിൾ പ്രസൻറ്റ് എന്തെന്ന് പറഞ്ഞായിരുന്നു, നേരത്തെ വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ അടുത്തത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ ടെൻസ് ഫോം എന്താണെന്ന് ചോദിച്ചാൽ പറയണം. അതിൻ്റെ ഓക്സിലറി വെർബ് അല്ലെങ്കിൽ സഹായക്രിയകളായ ആം, ഈസ്, ആർ ഇവ സഹായക്രിയയായിട്ട് വരണം. അപ്പോൾ ആം, ഈസ്, ആർ പ്ലസ് ING ഫോം ഓഫ് ദി വെർബ്, ക്രിയയുടെ ING ഫോമിൽ എഴുതണം. ആർ റൈറ്റിംഗ്, ആം റൈറ്റിംഗ്, ഈസ് റൈറ്റിംഗ്. ആം പറയുമ്പോഴറിയാമല്ലോ, ഐയുടെ കൂടെ ഐ എന്ന സബ്ജക്റ്റിൻ്റെ കൂടെ ആം വരുവുള്ളൂ. അടുത്തത് സബ്ജക്റ്റ് ഏകവചനം സിംഗുലർ ആകുമ്പോൾ ഈ ഷീ എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും ഈ ഷീ ഒക്കെ പറയുമ്പോഴാണ്. അടുത്തത് ആർ, ദേ എന്നുള്ള അല്ലെങ്കിൽ പീപ്പിൾ എന്നൊക്കെ ഉപയോഗിക്കുമ്പോൾ അങ്ങനെയുള്ള ബഹുവചന സബ്ജക്റ്റ് കർത്താവെന്ന് പറയും മലയാളത്തിൽ. ആ സബ്ജക്റ്റ് ബഹുവചനമാകുമ്പോൾ ആർ എന്ന ഓക്സിലറി വെർബ് ചേർത്ത് പറയണം. അപ്പോൾ ഐ ആം റൈറ്റിംഗ്, ഈസ് റൈറ്റിംഗ്, ദേ ആർ റൈറ്റിംഗ് എന്നാണ്. ഇതിന് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ ആയിട്ട് ഉപയോഗിക്കും. ഇപ്പോൾ ഈ പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ ടൈമായിട്ട് പറയുന്നത് പറഞ്ഞാൽ നൗ, ഞാൻ ഇപ്പോൾ എഴുതിക്കൊണ്ടേയിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ പറഞ്ഞല്ലോ. ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ പെട്ടെന്നുണ്ടാകുന്ന ഭാവികാലം. ഇപ്പോൾ ചിലർ വഴക്കുണ്ടാകുമ്പം ദേഷ്യപ്പെട്ട് പറയും, ഞാൻ ചാകാൻ പോവുകയാണ്, അങ്ങനെ പറയില്ലേ. അപ്പോൾ അങ്ങനെ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറാണ്. ഐ ആം ഗോയിങ് ടു ഡൈ എന്ന് പറഞ്ഞാൽ ഞാൻ ചാകാൻ പോവുകയാണ്, മരിക്കാൻ പോവുകയാണ്. അപ്പോഴങ്ങനെയുള്ള ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറായിട്ടും ഏത് ഉപയോഗിക്കാം? ഈ പ്രസൻറ്റ് കണ്ടിന്യൂസ് ഫോം ഉപയോഗിക്കാം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ഇംഗ്ലീഷ് ടെൻസ് ഫോമിൻ്റെ പറയുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് ആയിരിക്കും. ഓക്കെ.